പ്രധാനപ്പെട്ട 5 ലക്ഷ്യങ്ങളാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. ആ 5 ലക്ഷ്യങ്ങൾ ശത്രുരാജ്യത്തേക്ക് എത്തി നടത്താൻ ഇന്ത്യക്ക് കഴിയുമോ? എന്തൊക്കെയാണ് ആ 5 ലക്ഷ്യങ്ങൾ? തീർച്ചയായിട്ടും എന്തായാലും പാകിസ്ഥാന് നേരെ ഇന്ത്യയുടെ ഒരു നീക്കം എത്രയും പെട്ടെന്ന് ഉണ്ടാകും. അപ്പോൾ ഇന്ത്യ തുടർച്ചയായിട്ട് ആക്രമണമാണോ നടത്തുന്നത് അതോ മറ്റെന്തെങ്കിലും ഓപ്പറേഷനാണോ നടത്തുന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. നേരത്തെ പറഞ്ഞ 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കനത്ത തിരിച്ചടി പാകിസ്ഥാൻ ഉണ്ടാകുമെന്ന് അവർ തന്നെ ഭയന്നു. അവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ റിപ്പോർട്ട് വന്നു. പക്ഷേ 36 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. അതിൻ്റെ അർത്ഥം ഇന്ത്യ കൃത്യമായ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി അങ്ങനെ നീങ്ങുന്നു എന്നായിരിക്കില്ലേ. അതിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, രണ്ടോ മൂന്നോ സ്ഥലങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുക, ഒന്നോ രണ്ടോ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ അവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗം മനസ്സിലാക്കിയ കാര്യം അനുസരിച്ച് ഇന്ത്യ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാമാബാദാണ്. ഇസ്ലാമാബാദാണ് അവരുടെ ആർമിയുടെ ഒക്കെ ഒരു തലസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ ISI എന്ന് പറയുന്ന ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ആസ്ഥാനവും ഇസ്ലാമാബാദാണ്. അപ്പം ഇസ്ലാമാബാദ് പാകിസ്ഥാനിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്, സമ്പദ് സമൃദ്ധമാണ്, ലോകത്തിന് മുന്നിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അവിടേക്ക് ഇന്ത്യ വ്യോമാക്രമണം നടത്തുമെന്നും ഇന്ത്യൻ എയർഫോഴ്സ് അവിടെ ലക്ഷ്യം വെച്ചുവെന്നും പാകിസ്ഥാൻ ഇൻ്റലിജൻസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളത്. മാത്രമല്ല അവിടെ അസീം മുനീറിൻ്റെ ചില നടപടികളുണ്ട്. ഈ അസീം മുനീർ എന്ന് പറയുന്ന വ്യക്തിയാണ്, അതായത് പാക് സൈന്യാധിപൻ, അയാളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചതെന്ന് പറയപ്പെടുന്നു. ദ്വിരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നു, അതുപോലെ തന്നെ കശ്മീർ ഞങ്ങളുടെ കഴുത്തിൻ്റെ നാഡീഞരമ്പാണെന്ന് പറയുന്നു, തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെച്ച അസീം മുനീറാണ് മറ്റൊരു ലക്ഷ്യം പറയുന്നത്. പിന്നെ അവരുടെ ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ നേതാവുണ്ട്. ഈ ഹാഫിസ് സെയ്ദാണ് പണ്ട് മുതലേ ഇന്ത്യക്കെതിരെ കാശ്മീർ കേന്ദ്രീകരിച്ച് പല തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തുന്നതിൻ്റെ സൂത്രധാരൻ. ഈ ഹാഫിസ് സെയ്ദ് ഇന്ത്യക്ക് മാത്രമല്ല മറ്റ് ലോകരാജ്യങ്ങൾ പലതിനും ഒരു തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ച നേതാവ് കൂടിയാണ്. ഇന്റർപോൾ അടക്കം ഇയാളെ തിരയുന്നുണ്ട്. പക്ഷേ ഇയാളെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പാക് ജയിലിലാണെന്നുമാണ് അവരുടെ നിലപാട്. 46 വർഷമായി പാകിസ്ഥാൻ ജയിലിലാണ് ഹാഫിസ് സെയ്ദ് പറയുന്നു. പക്ഷേ ഹാഫിസ് സെയ്ദ് താമസിക്കുന്ന വീട് ജയിലാക്കി മാറ്റുകയാണ് ആ ഭരണകൂടം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ഇത്രയും കാലം ബുദ്ധിമുട്ടുണ്ടാക്കി ഹാഫിസ് സെയ്ദിനെ തീർക്കുക എന്നുള്ളതും മറ്റൊരു ലക്ഷ്യമായിട്ട് മാറുന്നു. ഇനി പാക് അധീന കാശ്മീർ കേന്ദ്രീകരിച്ചാണ് അവരുടെ ഈ ടെറർ ലോഞ്ച് പാഡുകൾ പ്രവർത്തിക്കുന്നത്. ടെറർ ലോഞ്ച് പാഡ് എന്ന് പറഞ്ഞാൽ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് സൈനികരുടെ ഉൾപ്പെടെ പരിശീലനം നൽകി താമസിപ്പിച്ച് ആഹാരമൊക്കെ കൊടുത്ത് പിന്നീട് ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കാശ്മീർ പോലെയുള്ള മേഖലകളിലേക്ക് നുഴഞ്ഞു കയറാനായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇവരെ പാർപ്പിക്കുന്ന ഈ സ്ഥലത്തിന് മേൽ നമ്മുടെ ഒരു ആക്രമണം ഉണ്ടാകാം. അപ്പം POKയിലെ ഈ ലോഞ്ച് പാഡുകൾക്ക് നേരെ, അതായത് സൈനിക മേഖലയ്ക്ക് നേരെയല്ല, ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്താം. ഇതാണ് അവർ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ലക്ഷ്യങ്ങളാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നതെന്ന് പാകിസ്ഥാൻ തന്നെ പറയുകയാണ്, നമ്മൾ പറയുന്നതല്ല. അപ്പോൾ ഇന്ത്യയുടെ വ്യോമ മേഖലയിലുള്ള ഒരു ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാം. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ നമ്മുടെ കൈവശമുള്ളതുകൊണ്ട് ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് തൊടുത്താൽ മതി. അപ്പം വിമാനങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ബ്രഹ്മോസിൻ്റെ ഒരു ആക്രമണം ഉണ്ടാകാം. അത് കരയിൽ നിന്നും കടലിൽ നിന്നും അതുപോലെ തന്നെ അന്തർവാഹിനിയിൽ നിന്നും ഒക്കെ തൊടുക്കാവുന്നതാണ്, ആകാശത്തു നിന്നൊക്കെ തൊടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് അവർക്കറിയില്ല. മറ്റൊന്ന്, ഈ ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്ന തീവ്രവാദ നേതാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇവർ പല നടപടികളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ജനവാസ കേന്ദ്രത്തിൽ കൊണ്ട് ഇയാളെ ഒളിപ്പിച്ചിട്ട് അവിടെ ചുറ്റും സർവൈലൻസ് ക്യാമറ ഘടിപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ അവിടെ കമാൻഡോകളുടെ സംരക്ഷണം നൽകണം. ഇതിൻ്റെ കാരണം പാക് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ISIക്ക് ഉത്തരവിട്ടു, നിങ്ങളുടെ ഉൾപ്പെടെയുള്ള സംരക്ഷണം ഹാഫിസ് സെയ്ദിന് വേണം. ഇയാളാണ് ഇത്രയും കാലം ISIയെയും അതുപോലെ തന്നെ പാക് ആർമിയെയും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ലക്ഷ്യത്തെ തകർക്കണം. ഇത് ഇന്ത്യയുടെ എക്കാലത്തെയും വലിയൊരു ടാർഗറ്റാണ്. അതുകൊണ്ട് ഇയാൾ തകർക്കും. ഇപ്പോൾ പഹൽഗാമിലുണ്ടായ അറ്റാക്ക്, ഈ അറ്റാക്കിൽ പിന്നിലും ഈ പറയുന്ന ഹാഫിസ് സെയ്ദുണ്ട്. അപ്പോൾ ഹാഫിസ് സെയ്ദിനെ ഇവർ മറച്ചു പിടിക്കുന്നുണ്ട്. ഇനി മറ്റൊരു, ഞാൻ നേരത്തെ പറഞ്ഞ ടെറർ ലോഞ്ച് പാഡ്, ഈ പാക് അധിനിവേശ കാശ്മീരിൽ 17ഓളം ഭീകര ക്യാമ്പുകൾ, ഈ സൈനികർ പരിശീലനം നൽകുന്ന ഭീകരർക്കുള്ള ക്യാമ്പുണ്ട്. അതുപോലെ തന്നെ ടെറർ ലോഞ്ച് പാഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്ത് പരിശീലനം നൽകി അവരെ താമസിപ്പിക്കുന്ന സ്ഥലമാണ്. സമയം വരുമ്പോൾ ഇവിടെ നിന്നാണ് ഇവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവർ ഡിപ്ലോയ് ചെയ്യുന്നത്, പാക് ആർമി തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലത്ത് ആളുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലെ ടെറർ ലോഞ്ച് പാഡിൽ നിന്ന് ഭീകരരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് അവർ പാകിസ്ഥാനിലേക്ക്, ഇസ്ലാമാബാദിലേക്ക് മാറ്റുന്നു. ഇനി മറ്റൊരു ആസ്ഥാനം എന്ന് പറയുന്നത് റാവൽപിണ്ടിയാണ്. റാവൽപിണ്ടിയിലെ വ്യോമ താവളത്തിലേക്കോ അല്ലെ സൈനിക മേഖലയിലേക്കോ ഒരു ആക്രമണം ഇന്ത്യ ഏത് നിമിഷവും നടത്തുമെന്നും ഇവർ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ ചുറ്റും ആക്രമണത്തിൻ്റെ ഒരു സാധ്യത ഇവർ തിരിച്ചറിയുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് ഇവർക്ക് ഇപ്പോൾ നിശ്ചയമില്ല. ഇപ്പോൾ ഹാഫിസ് സെയ്ദിനെ സംരക്ഷിക്കുക എന്നുള്ള ISIയുടെ ലക്ഷ്യമാണ്, അതുപോലെ തന്നെ അവരുടെ സൈന്യത്തിൻ്റെ ലക്ഷ്യമാണ്.
എങ്ങനെ ഇത് നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ ഇവർക്കറിയില്ല. ഇപ്പോൾ ലഷ്കർ എ തൊയ്ബ, അതുപോലെ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ തീവ്രവാദ സംഘടനകൾക്ക് ചെലവും കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നതെല്ലാം തന്നെ ഈ ഹാഫിസ് സെയ്ദാണ്. അമേരിക്ക പോലും പാകിസ്ഥാന് സഹായമായി നൽകുന്ന പണം അവിടുത്തെ ആർമി ISIക്ക് മറിച്ച് നൽകും. ഇത് അമേരിക്ക തന്നെ പുറത്തുവിട്ട വിവരമാണ്. അതുകൊണ്ടാണ് ഇവരെ തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ലക്ഷ്യം ഇവിടെ നടക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ മൂവ്മെൻറ്റ് വേറെ രീതിയിലേക്ക് മാറുന്നു. അതായത് പാകിസ്ഥാനിലെ ബലൂജ് മേഖലയിലുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ ക്യാമ്പയിൻ നടത്തുന്നു. അതായത് ഖൈബർ പഷ്തൂൺഖ മേഖലയിലുള്ളവരെയും സിന്ധ് മേഖലയിലുള്ളവരെയും ഒന്നിച്ച് ചേർന്ന് ഒരുമിച്ചൊരു മൂവ്മെൻറ്റായിട്ട് മുന്നോട്ട് നീങ്ങണം എന്ന് പറഞ്ഞാൽ ഈ 3 പ്രദേശങ്ങളും പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാകാൻ പോകുന്നു. ഇതിന് വേണ്ടിയിട്ട് ദിസ് ടൈം ഫോർ ഫ്രീഡം ഈസ് നൗ, അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള സമയമായി സുഹൃത്തുക്കളെ, ബലൂജ് നിവാസികളെ, പഷ്തൂൺ സഹോദരങ്ങളെ, സിന്ധികളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുന്നത്. കാരണം ബലൂജ് എന്ന് പറയുന്ന മേഖല സ്വാഭാവികമായും ഗോൾഡ്, കോപ്പർ, ഗ്യാസ് തുടങ്ങിയവയുടെയൊക്കെ വലിയ നിക്ഷേപമുള്ള സ്ഥലമാണ്. പക്ഷേ ഇത് ഖനനം ചെയ്യുന്നത് പാക് ഭരണകൂടമാണ്. എന്നിട്ട് അതിൻ്റെ നേട്ടം മുഴുവൻ പഞ്ചാബ് പ്രവിശ്യയിലേക്ക് കൊണ്ടുപോയി ഇവർ ചെലവഴിക്കും. അവിടെയാണ് പാകിസ്ഥാൻ്റെ ആർമി ജനറൽമാർ ഉൾപ്പെടെ താമസിക്കുന്നത്. അപ്പോൾ ഈ ബലൂജ് മേഖലയ്ക്ക് ഒരു വികസനവും ഇല്ല. ഇനി ഇപ്പുറത്തേക്ക് വന്നാൽ ഖൈബർ പഷ്തൂൺഖ മേഖല. ഈ ഖൈബർ പഷ്തൂൺഖ എന്ന് പറയുന്നത് 1893 പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി ഡ്യൂറൻഡ് ലൈൻ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക രേഖ ബ്രിട്ടീഷുകാർ തയ്യാറാക്കി. അന്ന് മുതൽ അഫ്ഗാൻ ഇതിനെ എതിർത്തിരുന്നു. മാത്രമല്ല പാകിസ്ഥാൻ ആ മേഖലയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൂർണ്ണ ഭരണമൊന്നും നടത്തുന്നില്ല. അവിടെയൊക്കെ ഗോത്ര വംശജരാണ് ഭരിക്കുന്നത്. ഇവർക്ക് പിന്തുണ കൊടുക്കുന്ന ആരാ? താലിബാനാണ് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിൽ നിന്നുള്ളവർ. അപ്പോൾ പിന്നീടുള്ളത് സിന്ധ് നിവാസികളാണ്. ഈ സിന്ധ് നിവാസികൾ എന്ത് ചെയ്യുന്നു? ഞങ്ങളും സ്വതന്ത്രരാകണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ പാകിസ്ഥാനിലെ ഖൈബർ പഷ്തൂൺഖ, സിന്ധ്, അതുപോലെ തന്നെ ബലൂജ് മേഖലക്കാർ ഒരുമിച്ച് പുറത്തേക്ക് വന്ന ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ട് വന്നാൽ പാക് ആർമിക്ക് അവരെ തടയാൻ കഴിയില്ല. ഇനി ഇന്ത്യൻ സേന നമ്മുടെ അതിർത്തിയിൽ ചുറ്റും വളഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ പാകിസ്ഥാനിലെ ആർമിക്ക് ഈ 3 മേഖലയിൽ നിന്നും പതുക്കെ പിന്നോക്കം പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുവെന്ന് അവർ തന്നെ ഏതാണ്ട് സമ്മതിക്കുന്നു. തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി എവിടെയാണെന്നൊരു പിടിയുമില്ല, പാക് മേധാവി എവിടെയാണെന്നൊരു പിടിയുമില്ല. ഇന്ത്യ ഏതു തരത്തിൽ കയറി അടിക്കുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു ആശങ്കയുടെ അങ്ങറ്റ കൊടുമുടിയിൽ നിൽക്കുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏത് സമയം വേണമെങ്കിലും പാകിസ്ഥാനിലേക്ക് കയറി നേരത്തെ തന്നെ 7ഓളം പാകിസ്ഥാൻ സൈനികരെ അവർ വെടിവെച്ച് കൊന്നു. മാത്രമല്ല ജാഫർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിൻ അവർ പിടിച്ചെടുത്തു. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് പാകിസ്ഥാൻ അടി വരുന്നത് എന്നുള്ളത്, കാരണം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന സിന്ധ്, ബലൂചിസ്ഥാൻ പോലുള്ള പ്രവിശ്യകൾ ഇവർക്കെതിരെ നിൽക്കുന്നുണ്ട്. ഇന്ത്യ കനത്ത തിരിച്ചടിക്ക് തയ്യാറായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ആഭ്യന്തര കലാപം ചിലയിടങ്ങളിൽ പാകിസ്ഥാനിൽ മുട്ടിട്ടു എന്നാണ് കേൾക്കുന്നത്. കാരണം വെള്ളമില്ല, അവശ്യ സാധനങ്ങളില്ല, പഞ്ചസാരയില്ല, മരുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ആളുകൾ മുഴുവൻ ഭരണകൂടത്തിനെതിരെ തിരിയുകയാണ്. ഇത് വരുത്തി വെച്ച വിനയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ്. ലോകരാജ്യങ്ങൾ കുറ്റപ്പെടുത്തി തുടങ്ങി. ചൈന സഹായിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അമേരിക്കയുടെ ഭീഷണിയെ ഭയന്ന് ചൈന പിന്മാറി. തുർക്കിയെ പറഞ്ഞു ഇന്ധനം നിറയ്ക്കാനാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയതെന്ന് പറഞ്ഞ് തുർക്കി പിന്മാറി. അങ്ങനെ മൊത്തത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ്. ഇനി എന്താകും പാകിസ്ഥാന്റെ അവസ്ഥ? ഇന്ത്യ അടിച്ചാൽ പിന്നെ 1000 വർഷം ഉദയം ചെയ്ത് വരാൻ പറ്റാത്ത രീതിയിലേക്ക് പാകിസ്ഥാൻ താഴ്ന്നു പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പം 1947 മുതൽ തന്നെ ഈ UN അംഗത്വം നേടാൻ പാകിസ്ഥാൻ ശ്രമിച്ചു. അന്ന് എതിർത്ത ലോകത്തിലെ ഏക രാജ്യം അഫ്ഗാനാണ്. അപ്പോൾ എല്ലാ കാലത്തും അഫ്ഗാനെ പിന്തുണച്ച പാകിസ്ഥാൻ കരുതിയത് തങ്ങളുടെ കൂടെ കാശ്മീർ പിടിക്കാൻ അഫ്ഗാൻ നിൽക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ താലിബാൻ ഭരണകൂടം ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു. കാരണം ഇന്ത്യയാണ് അവിടുത്തെ പട്ടിണി മാറ്റാൻ അരിയും ഗോതമ്പും ആട്ടയും ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം ഇറക്കുമതി ചെയ്യുന്നത്. മാത്രമല്ല താലിബാൻ ഭരണകൂടത്തിന് ഇപ്പോൾ പാകിസ്ഥാനോട് യാതൊരു താല്പര്യമില്ല. തെഹരിക്കെ ഈ താലിബാൻ എന്ന് പറയുന്ന അവിടുത്തെ സായുധ വിഭാഗം ഇപ്പോൾ ഈ ഖൈബർ പഷ്തൂൺഖ മേഖല പിടിച്ചെടുക്കാനായിട്ട് എല്ലാ ശ്രമവും നടത്തുന്നു. ഇന്ത്യയുടെ ഒരു പിന്തുണ മാത്രം മതി. അപ്പുറത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവർക്ക് പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞു. അവിടേക്കൊരു നീക്കം നടത്തണം. ഏതാണ്ട് 2640 കിലോമീറ്ററോളം വരുന്ന പാക് അഫ്ഗാൻ അതിർത്തിയിൽ ഏത് നിമിഷവും താലിബാൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാകും. അപ്പം അതിർത്തിയിൽ നിന്ന് കരയിലൂടെ വ്യോമമാർഗം അതുപോലെ തന്നെ കപ്പൽ മാർഗം ഒക്കെ തന്നെ നമ്മളൊരു ആക്രമണം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ ഇവർക്ക് കഴിയില്ല. മാത്രമല്ല ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് എന്ന ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഈ ഹാഫിസ് സെയ്ദിനെ തീർക്കാനും അസീം മുനീറിനെതിരെ ആക്രമണം നടത്താനും ഇന്ത്യ തീരുമാനിച്ചു എന്ന് അവർ മനസ്സിലാക്കി. ഇസ്ലാമാബാദിലേക്കും പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലേക്കും ഈ അറ്റാക്ക് നീളുകയാണെങ്കിൽ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സംഭവമായിട്ട് മാറും. അപ്പോൾ എന്തായാലും 5 ലക്ഷ്യങ്ങളുമായിട്ട് നമ്മൾ നീങ്ങുന്നു. 3 നീക്കങ്ങൾ പാകിസ്ഥാനുള്ളിൽ നിന്ന് നടത്തുന്നു. ഇന്ത്യൻ സൈന്യം കരുത്തോടെ മുന്നോട്ട് നീങ്ങി തുടങ്ങിയെന്ന് മനസ്സിലാക്കാം. അതെ.